നിസ്കാരം തന്നെ 5 വഖത്ത് കറക്റ്റായി നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട്? അലംഭാവം വെക്കുന്നവർ എത്ര പേരുണ്ട്? അതിനോട് മടി വെക്കുന്നവർ എത്ര പേരുണ്ട്? ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു ലോകരെ ഉത്ഭുതരാക്കുകയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. വാദിൻ ഫി ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെറിയ കുണ്ടാണ്, ചെരിവാണ് വൈൽ എന്ന് പറയുന്ന ഭാഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാർക്കുള്ളതാ? നിസ്കരിക്കുന്നവർക്ക്. നിസ്കരിക്കുന്നവർക്ക്, അതെ, നിസ്കരിക്കുന്നവർ. الذين هم عن صلاتهم സാഹൂൻ, അലസന്മാരായി മടിയന്മാരായി നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവർക്കാണ് ഈ നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അലസന്മാരായി നിസ്കരിക്കുന്നവർ, മടിയന്മാരായി. جاء عمر بن الخطاب رضي الله تعالى عنه إلى رسول الله صلى الله عليه وسلم فقال, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, അഖ്ബിർനാ അൻ ഹാദിഹിൽ ആയാ, ഞങ്ങൾക്ക് ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് പറയണേ റസൂലേ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അലസന്മാരായി മടിയന്മാരായിട്ട് നിസ്കരിക്കുന്നവർക്കാണ് നരകത്തിന്റെ ഒരു ഭാഗമെന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ. ഈ വൈലിന് അവകാശികൾ ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി നൽകുകയാണ്. കീഴ്പയ്യൂരിലുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാതുകൊടുത്ത് കേൾക്കണേ, കേൾക്കണേ. അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മടിയുണ്ട്, അലസതയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നറിയുമോ? അവർ നമസ്കാരത്തെ പിന്തിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് താബികൾ പ്രമുഖൻ അദ്ദേഹം ഇതാ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. الذين لا يصلون الصبح حتى يطلع الفجر ولا يصلي الظهر حتى يأتي العصر ولا يصلي العصر حتى يأتي المغرب ولا يصلي المغرب حتى يأتي العشاء. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമസ്കാരത്തെ പിന്തിക്കുന്നു എന്ന പറഞ്ഞതിൻ്റെ അർത്ഥം സുബഹി നമസ്കരിക്കില്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ പിന്തിക്കുകയാണ്. ളുഹർ നമസ്കരിക്കില്ല, അസർ വരെ പിന്തിക്കുകയാണ്. അസർ നിസ്കരിക്കില്ല, മഗ്രിബ് വരട്ടെ കാത്തിരിക്കുകയാണ്. മഗ്രിബ് നമസ്കരിക്കില്ല, ഇശായിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരാണ്. ഇശാ നമസ്കരിക്കുന്നതോ സുബഹി വരെ കാത്തിരിക്കുകയാണ്. ഈ രീതിയിൽ നമസ്കാരത്തെ അടുത്ത വഖത്തിലേക്ക് വെച്ച് പിന്തിക്കുന്നതായ മുസ്ലിമില്ലേ, അവരെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നരകമാണ്. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. ഏകദേശം നമ്മുടെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞത്, അല്ലാഹു മുളക്കാക്കട്ടെ.
കാരണം നിസ്കരിക്കും, പക്ഷെ സമയത്തല്ല. എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും. ഭയങ്കര നിസ്കാരക്കാരൻ, അവൻ നിസ്കരിക്കും ആദ്യം, പിന്നെ നല്ല നിസ്കരിക്കുന്ന പയ്യനെ. എപ്പോഴാണ് നിസ്കരിക്കുന്നത്? തോന്നുമ്പോൾ നിസ്കരിക്കാം. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. ആ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫലാസത്തുൻ ലാ യഖ്ബലുഹുമുല്ലാഹു സ്വലാതഹും. 3 വിഭാഗം ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിൽ ഒന്നാമതായി പ്രവാചകൻ രേഖപ്പെടുത്തുന്നു, നമസ്കാരത്തെ അതിൻ്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരെ, അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ, നമസ്കാരത്തെ അതിൻ്റെ സമയത്തിനെ തൊട്ട് സ്ഥിരമായി പിന്തിച്ച് നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. നിസ്കാരം അല്ലാഹുക്ക് വേണ്ടാന്ന് മനസ്സിലായിക്കോ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സമയത്തല്ല. എപ്പോഴെങ്കിലും നിസ്കരിക്കുക. രാത്രി 3 മണി വരെ മൊബൈലായിട്ടിരിക്കാൻ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കറങ്ങി അവസാനം രാത്രിയിൽ എങ്ങനെയോ കിടന്ന് ഉറങ്ങി. സിനിമാ പാട്ടുമൊക്കെ കേട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് അങ്ങനെ കിടക്കുക. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 9 മണിക്കാണ്. ഇനി ഈ 9 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ തന്നെ നിനക്ക് നരകം ഉറപ്പാണ്. അതാ പറഞ്ഞത്. കാരണം എന്താ? സമയത്ത് നിസ്കരിച്ചില്ല. സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ളുഹർ നമസ്കാരത്തെ അസറിന്റെ വക്കത്തിലേക്ക് ബന്ധിക്കുന്ന സഹോദരിമാർ ധാരാളമുണ്ട്. അടുക്കളയിൽ ജോലിയൊക്കെ കഴിയട്ടെ, കുളിച്ച് റെഡിയായിട്ട് അസറിന്റെ സമയമാകുമ്പോൾ കയറി മുസല്ല നിസ്കരിക്കാം. നിസ്കരിച്ചല്ലോ. നിസ്കാരം പടച്ചവന് വേണ്ട. അതായി പറഞ്ഞത്. അല്ലാഹുക്ക് നിസ്കാരം വേണ്ട. ഹദീസ് അത്രയാണ്, ഡസൻ കണക്കിന് ഹദീസാണ്. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت الصلاة إلى السماء حتى انتهى إلى العرش فيدعو له حفظك الله كما حفظتني. നിസ്കാരം ഒരു വഖത്തിൽ നമസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് കയറുകയാണ്. ഓട്ടോമാറ്റിക്കായി റബ്ബിന്റെ ഹളറത്തിലേക്ക് എത്തുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ സവിധത്തിലെത്തി ആ നിസ്കാരം നിനക്ക് വേണ്ടി അനുകൂലമായി ദുആ ചെയ്യുമേ. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. നിസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിനക്കും സഹായം നൽകട്ടെ, അല്ലാഹു നിനക്കും സംരക്ഷണം നൽകട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരം നമുക്ക് അനുകൂലമായി ദ്വാരക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ നിസ്കാരം അങ്ങോട്ട് കയറുകയാണ് നേരെ അള്ളാഹുവിൻ്റെ അടുക്കൽ. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് അനുകൂലമായി ദ്വാരക്കും. എപ്പോ? ഇതാ സ്വല്ലൽ അബ്ദു ഫി അവ്വലി വഖതിഹ, ആദ്യ വഖത്തിൽ നിസ്കരിച്ച് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ച ഉടനെ ഉമ്മമാരെന്ത് ചെയ്യണം? വേഗം ജോലിയൊക്കെ തിരക്കിയിട്ട് യാ അല്ലാഹ് ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ, നിസ്കരിച്ചിട്ട് വന്നിട്ട് ചെയ്യാമല്ലോ. എന്തായാലും നിസ്കരിക്കണം, വേണ്ടേ? നിസ്കരിക്കണം. പിന്നത്തേക്ക് എന്തിനാ വെക്കുന്നത്? അപ്പോൾ തന്നെ നിസ്കാരം അതിൻ്റെ സമയത്താണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, നമസ്കാരം അതിൻ്റെ സമയത്തല്ലാതെയാണ് യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരാ, സഹോദരാ നീ നിസ്കരിക്കുന്നത് എങ്കിൽ ആ നിസ്കാരം അല്ലാഹുവിൻ്റെ അർശിലേക്ക് ഉയരാൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും ആ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് തന്നെ എത്തുകയില്ല. തുറത്തുൽ മലായികതു സ്വലാതഹു, ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ ഇരുൾ മുത്തിയതാകുന്ന ഈ നമസ്കാരം ആ നിസ്കാരത്തിന് നേരത്തെ ഉള്ളതുപോലെ പ്രകാശമുള്ള നമസ്കാരമല്ല. കാരണം സമയത്തുള്ള നിസ്കാരമല്ല. ടറഫുകളിൽ പന്ത് കളിച്ച് നിലകൊണ്ടവനാണ്, കട തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്തവനാണ്, ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് പോലും അവനതാ ജീവിതത്തിൻ്റെതാകുന്ന ക്രയവിക്രയങ്ങളുമായി മുന്നേറുകയാണ്. ഹയ്യ അലസ്സലാ,
ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പോലും, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ കളിച്ചു നിന്നവനല്ലേ. നിന്റെ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് ചൊല്ലുമ്പോൾ തന്നെ ഇരുൾ മൂടപ്പെട്ടതായ നമസ്കാരമാണ്. യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫോ, പഴയ തുണി ചുരുട്ടിയെറിയുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് തുറത്തുൽ മലായികതു സലാത്തുഹു, നമസ്കരിച്ചവനിലേക്ക് നിസ്കാരത്തെ റദ്ദ് ചെയ്യുകയാണ്. ആ നിസ്കാരം മടങ്ങി വന്ന് നീ സലാം വീട്ടി നിൽക്കുമ്പോ നിന്റെ ഇടത് ഭാഗത്ത് വന്ന് നിനക്ക് എതിരായി ദുനിയാവിൽ വെച്ച് ദുആ ചെയ്യുമത്രേ. ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നിന്നെയും പ്രയാസപ്പെടുത്തട്ടെ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവട്ടെ എന്ന് നിസ്കാരം നിനക്കെതിരായി ദുആ ചെയ്യുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അപ്പം നിസ്കരിക്കാത്തവൻ്റെ കാര്യമല്ല ഈ ചർച്ച ചെയ്യുന്നത്, അത് നമുക്ക് ചർച്ചയില്ല. അവൻ പോയി എന്തായാലും നരകത്തിൽ, അല്ലാഹു മലക്കാക്കട്ടെ. ഇത് നിസ്കാരമുണ്ട്, നിസ്കാരത്തിൽ അലസത. എങ്ങനെ അലസത? നിസ്കാരത്തെ വെച്ച് പിന്തിക്കുക, തോന്നുമ്പോഴൊക്കെ നമസ്കരിക്കുക, അത് വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അമീൻ പറയിൽ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം എന്തുകൊണ്ട്? നിസ്കാരം എന്ന് പറയുന്നത് എന്താ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്. തോന്നുമ്പോൾ നമസ്കരിച്ചാൽ പറ്റില്ല, കൃത്യമായി നിസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അവ്വൽ വഖത്തിൽ നമസ്കരിക്കണം, സമയബന്ധിതമാണ്. നിനക്കിഷ്ടമുള്ള സമയത്ത് നിസ്കരിച്ചാൽ പറ്റില്ല. എപ്പോഴാണോ ബാങ്കിൻ്റെ സമയം അത് നീ ശ്രദ്ധ ചെലുത്തിക്കോണം, അത് കഴിഞ്ഞിട്ട് മതി. മക്കളെ സ്കൂളിൽ വിടുന്നു, ളുഹർ എവിടെ, അസർ എവിടെ, വഖത്തുകളൊക്കെ പോയി. ചില പള്ളികളിൽ തന്നെ ചില സ്കൂളിൽ പഠിക്കുക ജുമായ്ക്ക് വിടുന്നില്ല എന്നറിയുന്നു. ഓ, രക്ഷിതാക്കൾക്ക് ഒരു കുഴപ്പമില്ല, വിഷയമൊന്നുമില്ല, തൽക്കാലം അങ്ങനെ പോട്ടെ എന്നാ പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ പഠിച്ചെടുക്കട്ടെ. എന്ത് പഠിച്ചെടുക്കട്ടെ? ഈ നിസ്കാരം ഇല്ലാത്തത് നീ എന്താണ് പഠിച്ചെടുക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതാകുന്ന തലത്തിൽ അവർക്ക് ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് ദുനിയാവ് എന്തെല്ലാം കരഗതമാക്കിയാലും ഇബാദത്തില്ലെങ്കിൽ എല്ലാം പോയില്ലേ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് ചെറുപ്പത്തിലേ വരണം. നിസ്കാരവും നോമ്പും ഒക്കെ ചെറുപ്പത്തിലേ വരണം. അതുകൊണ്ടാണ് 7 വയസ്സെത്തുമ്പോഴേ ഇതുകൊണ്ട് കൽപ്പന പറയുന്നത്. 10 വയസ്സെത്തിയിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ചെങ്കിലും ശീലിപ്പിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. കാരണം ഇത് രണ്ടും ചെറുപ്പത്തിലെ ശീലയില്ലെങ്കിൽ വല്ലാഹി സുമ വല്ലാഹി ഇനി പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, വളരെ പ്രയാസമാണ്. 20 വയസ്സ് കഴിഞ്ഞു, 30 വയസ്സ് കഴിഞ്ഞു, പിന്നെ കൂടെ നിസ്കാരം കറക്റ്റാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. സുബൈക്ക് എഴുന്നേക്കാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കട്ടെ, അതൊന്നും നടക്കൂല. അങ്ങനെ ചിന്തിച്ച എത്ര ആളുകളുണ്ട്. ഇപ്പൊ സുബൈയില്ല, ഒരു വഖത്തും ഇല്ല. സുബഹി നമസ്കരിക്കണം അവ്വൽ വഖത്തിൽ, അത് വലിയ ഖൈറാണ്. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി ശഫീഉന റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ആരെങ്കിലും സുബഹി നമസ്കരിച്ചാൽ അള്ളാഹു അവൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അത് അവ്വൽ വഖത്തിൽ ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ മുസ്ലിമേ, പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിൽ തന്നെ നിസ്കരിക്കണം, പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. പള്ളിയുടെ പരിസരത്ത് ബാങ്ക് കേൾക്കുന്ന ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നവർ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അന്ധനായ ഒരു സ്വഹാബി ഒരു നബി തങ്ങളുടെ ചാരത്തേക്ക് വരുകയാണ്. നബി തങ്ങളോട് പറയുന്നു, നബിയേ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി അഫൗസല്ലി ഫീ ബൈതി.
കണ്ണ് കാണാത്ത മനുഷ്യനാണ് ഞാൻ. ഇന്നി കുന്തു ലരീറൽ ബസർ, കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. വലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് എന്നെ പിടിച്ച് നടത്തിക്കൊണ്ടുവരാൻ ഒരു സഹായി പോലുമില്ല റസൂലേ. എനിക്ക് ഇളവ് നൽകുമോ ഹബീബേ? അഫ ഉറഖ്ഖിസു ലി അൻ ഉസല്ലിയ ഫീ ബൈതി, എൻ്റെ വീട്ടിൽ ഞാൻ അവ്വൽ വഖത്ത് നിസ്കരിച്ചോളാം. ബാങ്ക് വിളിക്കുമ്പോൾ ഉടനെ നിസ്കരിക്കാം. പക്ഷേ എനിക്ക് തങ്ങൾ അനുവാദം തരണം. പള്ളിയിലേക്ക് ജമാഅത്തിന് വരാനൊന്നും പറ്റുന്നില്ല, ഒരാൾ കൂട്ടിക്കൊണ്ടു വരാനൊന്നും പറ്റുന്നില്ല, ആരുമില്ല എൻ്റെ സഹായിയായി, മക്കളില്ല, കുടുംബമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മരുഭൂമിയിലൂടെ വരണ്ടേ, കണ്ണിന് കാഴ്ചയില്ല, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഖസ ലഹു, ഇളവ് നൽകി. ഹദീസാണ്, ശരിക്കും മനസ്സിലാക്കണേ. ഇളവ് കൊടുത്തു. ഇളവെല്ലാം കിട്ടി സന്തോഷത്തോടി. ഫലമ്മ വല്ലാഹു, സദസ്സം കൂടി പിരിഞ്ഞ് 2 അടി പുറകോട്ട് നടക്കണിയാണ്. എന്തായാലും ഇളവ് കിട്ടിയില്ല, പള്ളിയിലൊന്നും പോകണ്ട, റാഹത്തായി. അയാൾ അങ്ങനെ വാങ്ങിയെടുത്ത ആളല്ല, സ്വഹാബിയാണ്, നബിയോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹമൊക്കെ ഉള്ള ആള്. പക്ഷെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടും ശാരീരിക ക്ഷമത ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചത്. നബി അനുവാദം കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ 2 അടി പുറകോട്ട് വെച്ചിട്ട് എന്നാൽ ലാഹത്തായിട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ നബി അയാളെ വിളിച്ചു. നാദാഹു, നബി വിളിച്ചിട്ട് ചോദിച്ചു, അത്തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. ബാങ്ക് കേൾക്കുന്നുണ്ടോ? നീ കണ്ണ് കാണാത്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നഅം, ബാങ്ക് കേൾക്കുന്നുണ്ട്. ബാങ്കൊക്കെ കേൾക്കാം, കേൾവിക്ക് പ്രശ്നമില്ല, പിന്നെ എന്താ പ്രശ്നമുള്ളൂ? കണ്ണിന് വിഷയമുള്ളൂ. ബാങ്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിച്ചാൽ വീട്ടിൽ തന്നെ നിസ്കരിച്ചോളാം. ഇവിടം വരെ വരാനുള്ള ബുദ്ധിമുട്ടാണ്, ആരും കൂട്ടിക്കൊണ്ടു വരാൻ പോലുമില്ല, കണ്ണിന് തീരെ കാഴ്ചയില്ല. നബി തങ്ങൾ പറഞ്ഞു, ഫഅജിബ് ലിസ്സലാ, നിസ്കരിക്കാൻ വരൽ നിർബന്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഉത്തരം ചെയ്തേ പറ്റുള്ളൂ. കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബി വര്യനോട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളുമില്ലാതെ നിൽക്കുന്ന മനുഷ്യനോട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ചിന്തിക്ക്. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? കെട്ടിയിട്ട് അടിക്കേണ്ടത്. പിന്നെ അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ്, ജമാഅത്തിന് വരാത്തതാകുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഒരാളെ പകരം ഇമാമത്തെ ഏൽപ്പിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ആ വീടോടുകൂടി അങ്ങ് കരിക്കാൻ ഞാൻ കരുവിക്ക് പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത്ര ദേഷ്യമാണ് നബിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകളോട്. പിന്നെന്തിനാണ് പുരുഷനാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? മൂക്കിന് താഴെ രോമവും കിളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പിന്നെന്തിനാണ്? പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാത്തവൻ പെണ്ണുങ്ങളാണ്. കാരണം പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിസ്കരിക്കാൻ അനുവദനീയം, പള്ളിയിൽ നമസ്കരിക്കേണ്ടവരാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുറഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ, പുരുഷന്മാർക്ക് അല്ലാഹു അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പോകണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഇഷ്ടംപോലെ നിസ്കാര പള്ളികൾ അടക്കമുണ്ട്. ജമാഅത്ത് ഒന്നും നഷ്ടപ്പെടുത്തരുത്, പോകണം. കാരണം ഇല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കൊളുത്തിപ്പിടിച്ചിട്ട് മലക്ക് തന്നെ ചോദിക്കും, എന്തേ ആചാര്യ ആരോഗ്യോടെ പോയി? നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ, പള്ളിയിൽ പോയില്ലല്ലോ, ഇപ്പം നിനക്ക് കൈകാലുകൾ അനക്കാൻ വരാം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ആരോഗ്യപരമായി പ്രശ്നമുള്ള വീൽ ചെയറിലൊക്കെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളൊക്കെ പോയി ചോദിക്കും, എന്താ ഹാജിയാർ ആഗ്രഹം എന്താണ്? ലുലുമാളിൽ പോകണോ, കോഴിക്കോട് പോകണോ, എന്താ വേണ്ട? ഹാജിയാർക്ക് എന്താ വേണ്ട? 1 കിലോ അലുവ വാങ്ങിച്ചു തരട്ടെ, എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നതെന്നറിയോ? എനിക്ക് 5 നേരം പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അതാ ഇപ്പം എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയും. കാരണം എന്താണെന്നറിയോ? കിടപ്പിലായപ്പോൾ പണി പഠിച്ച് അയാൾക്ക് മനസ്സിലായി, ഒരുപാട് കാലം ഞാൻ വെറുതെ കളിച്ച് രസിച്ച് നടന്ന് ഇപ്പം എനിക്കതാ കിടപ്പിലായി, ഇനി എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല, ഇനി ഒന്ന് എഴുന്നേക്കണം ആഗ്രഹമുണ്ട്, നല്ല രീതിയിലൊന്ന് റുക്കൂ ചെയ്യണമെന്നുണ്ട്, നല്ല രീതിയിലൊന്ന് സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ആരോഗ്യം സമ്മതിക്കുന്നില്ല, എല്ലാം പോയി. അതുകൊണ്ട് ആരോഗ്യമുള്ള കാലഘട്ടത്തെ ശരിക്കും ഉപയോഗിച്ചോ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആരോഗ്യമുള്ള സമയം നിങ്ങൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം. നബി തങ്ങൾ പറഞ്ഞല്ലോ, നിഅമതാനി അളീമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗു. ഒഴിവുള്ള സമയങ്ങളും ആരോഗ്യഘട്ടങ്ങളും അധിക ജനങ്ങളും വഞ്ചിക്കപ്പെട്ടു പോകുന്നവരാണ്. ശ്രദ്ധിക്കില്ല. നമ്മളിങ്ങനെ വെറുതെ സമയം തള്ളി നിൽക്കും, വയസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്ര വയസ്സായി? 30-40 ഒക്കെ ഉള്ള ആളുകൾ ചിന്തിക്കും, ഇനി മാക്സിമം പോയാൽ അത്രയും കൂടി ഉള്ളൂ ഇവിടെ. ഇപ്പം പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഈ പകുതിയുള്ള കാലഘട്ട ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവന് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാണ്? നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. അമല് ചെയ്യാനുള്ള സമയം പോലും നമുക്കില്ല എന്നർത്ഥം. നമ്മുടെ മുന്നിൽ മരണം നമ്മുടെ തൊട്ടു മുന്നിലുണ്ട്.
നിന്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറിനോട് എത്രമാത്രം നിന്റെ കാലടുത്ത് കിടക്കുന്നു അതിലേറെ നീ മരണത്തോടെടുത്തിട്ടുണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എപ്പോഴെങ്കിലും ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഇന്നൊരു വാർത്ത കണ്ടില്ലേ, പയ്യനാക്കൽ. കുട്ടികളൊക്കെ എല്ലാവരും അടുത്തുണ്ടോയെന്ന് നോക്കണം. ഇന്നൊരു വാർത്ത കണ്ടില്ലായിരുന്നു, ന്യൂസ് കണ്ടില്ലായിരുന്നു? പയ്യാനാക്കൽ. എന്താ പയ്യനാക്കൽ എന്നല്ലേ പറയും? നമ്മുടെ കോഴിക്കോട് മീൻചന്തയുടെ അടുത്തുള്ള സ്ഥലം. ഒരു ചങ്ങായി വേറൊരു ടാക്സി വണ്ടി അടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാണ്, മദ്രസ വിട്ടിട്ട് വരുന്ന ഒരു കുട്ടിയെ വിളിച്ച് കയറ്റുക, വാ കയറ് ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കിക്കോളാം. അപ്പോൾ വേറൊരാളിത് കണ്ട് സംശയം തോന്നിച്ച് വട്ടം വെച്ചിട്ട് ചോദിച്ചു, നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചോ പറയാം കാസർഗോഡ്. ഇപ്പം ഇവനെ എവിടെ കൊണ്ടാക്കാന്നീ പറഞ്ഞു. അവസാനം മറ്റുള്ളവരെല്ലാവരും കൂടി പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ ഇല്ലാത്ത ഐറ്റംസുകളില്ല. എല്ലാ കഞ്ചാവ് അടക്കമുള്ള എല്ലാ ഐറ്റം ഉണ്ട്. ഇന്നിപ്പം ഇന്നത്തെ ന്യൂസാണ് ഈ പറയുന്നത്, ലേറ്റസ്റ്റ്. അറിഞ്ഞില്ലേ? നിങ്ങളതൊന്നും കണ്ടില്ലേ? അത് കാണാത്തവരുണ്ട്. ലെസ്ബിയൻ കപ്പിൾസിൻ്റെ കാര്യം ബിഗ് ബോസിൽ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ കണ്ടു റാഹത്ത്, മറ്റേത് കണ്ടില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അവരുടെ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടോയെന്ന് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുട്ടികളിങ്ങനെ ഓടുന്നുണ്ട്. അവരവരുടെ മക്കൾ എല്ലാവരും പരിസരത്തിനുണ്ടോയെന്ന് നോക്കണം. നമ്മൾ ശ്രദ്ധയില്ലാതെ നിൽക്കുമ്പോൾ വലിയ വിഷയം. മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂർ പ്രസംഗത്തിന് ഒരു 6 വർഷം മുമ്പാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. അപ്പോൾ ലാസ്റ്റ് അന്വേഷിച്ചപ്പോൾ എന്താ, ഒരു ചങ്ങായി പർദ്ദയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു പെണ്ണുമായിട്ട് അവിടെ വന്നിരുന്നിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുക. നല്ല സുഖമുണ്ടല്ലോ, അതിലെ കൈയൊക്കെ പിടിച്ച് റാഹത്തായിട്ട് തടയിക്കൊണ്ട് പർദ്ദ ഇട്ടിട്ട് വന്നിട്ട് അതിന് പെണ്ണുങ്ങളുടെ ഇടയിൽ നമ്മളിവിടെ നരകം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനവിടെ സ്വർഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നടന്ന സംഭവം പറയുന്നത്. അതിലല്ലേ ഞാനിപ്പോൾ ലൈവ് ഉള്ളത്, ലൈവ് കൂടെ പൊയ്ക്കോട്ടെ, അറിഞ്ഞ് കള്ളം പറയല്ല. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നടന്ന സംഭവം പറഞ്ഞു. പർദ്ദയിട്ട് നല്ല നിക്കാബും ഒക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിരിക്കുക. വേണ്ടി വെള്ള കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കങ്ങാണ്ട് ബക്കറ്റൂര് വന്നപ്പം കണ്ട് അറിയാതെ കണ്ട് കൈ കണ്ടപ്പോഴത്തേക്കും എന്തോ ഇങ്ങനെ വന്നു പിടിച്ചതവനെ പൊക്കി. വലിയ വിഷയമായി. അതുകൊണ്ട് ശ്രദ്ധിച്ച് അടുത്തിരിക്കുന്നവരൊക്കെ നോക്കിക്കോളേ, ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കിക്കോ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. സമയം കഴിഞ്ഞ എത്ര നേരമുണ്ട്? പൈസലേ 10 മിനിറ്റ് കൂടെ പറയാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, നീട്ടുന്നില്ല, അധികം നീട്ടുന്നില്ല. അതാ ഇതൊന്ന് അവസാനിപ്പിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഒന്നാമത്തെ മലക്കിൻ്റെതാകുന്ന ആദ്യത്തെ ചോദ്യം അതാണ്. തൊണ്ടക്കുഴി റൂഹത്തിൽ നിൽക്കുമ്പോൾ ആദമിൻ്റെ പൊന്നുമോനെ, നിന്റെ ശരീരത്തിന് എന്ത് പറ്റി? ഈ ശരീരം ഇന്ന് ബലഹീനമായിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കും. മറുപടി കൊടുക്കാൻ പറ്റില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മലക്ക് വീണ്ടും അവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നല്ല വാക്ചാതുര്യമുള്ളതാകുന്ന മനുഷ്യനായിരുന്നല്ലോ ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഇന്ന് നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തത് എന്താണ്? ഒരുപാട് ആളുകളെ ചീത്ത വിളിച്ചവരല്ലേ, ശകാരിച്ചവരല്ലേ, 10 പേരോട് വഴക്കടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കൽപ്പുള്ളവളല്ലേ. ഇന്നെന്ത് പറ്റി? നിന്റെ നാവ് ചലിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. സംസാര വൈഭവത്തിന് എന്ത് സംഭവിച്ചു? വമാ അസ്കതഹുൽ, നിന്റെ നാവിനെ ചലിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നാവ് വലിയ വിഷയമാണ്. അള്ളാഹു നമ്മുടെ നാവ് നന്നാക്കി തരട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മയ്യളമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദൈഹി അള്ളമല്ലഹുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, ആരെങ്കിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അള്ളമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അവയവം സൂക്ഷിച്ചാൽ സ്വർഗം ഉറപ്പ്. ആർക്കാ ഈ ഒരു ധൈര്യത്തോടുകൂടി ഏറ്റെടുക്കാൻ, ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ആരാണ്?
1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിക്കാൻ ആര് ഏറ്റെടുക്കുന്നുണ്ടോ അവന് ഞാൻ നിൽക്കാം ജാമ്യം, സ്വർഗമുണ്ട്. 2 കാര്യം സൂക്ഷിച്ചാൽ മതി. ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. 2നെ അള്ളാഹു സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം കവർ ചെയ്തിട്ടുണ്ട്. താടിയല്ലുകൾക്കിടയിലിട്ടിട്ടാണ് ഈ നാവിനെ അള്ളാഹു സംരക്ഷിക്കുന്നത്. തുടയല്ലുകൾക്കിടയിലിട്ടിട്ടാണ് ഈ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുന്നത്. പറഞ്ഞാൽ ഇത് തുറന്ന് പ്രദർശിപ്പിച്ച് നടക്കരുത്. ഇത് വളരെയേറെ സൂക്ഷിക്കേണ്ട സംഘങ്ങളാണ് ഇത് രണ്ടും. ആവശ്യമില്ലാത്തത് പറയാൻ പാടില്ല. വലിയ അനുഗ്രഹമാണ് നാവ്. നാവ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു അനുഗ്രഹങ്ങളെ എണ്ണിയപ്പോൾ നാവിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ وشفتين وهديناه النجدين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനോഹരമാക്കപ്പെട്ട 2 കണ്ണുകളെ നാം നൽകിയില്ലേ? വലിസാനൻ, മനോഹരമായ നാവിനെയും നാം സമ്മാനിച്ചില്ലേ? വശഫതൈൻ, 2 ചുണ്ടുകളും നിങ്ങൾക്ക് നാം നൽകിയില്ലേ? എന്തുകൊണ്ടാണ് മനുഷ്യ ആലോചിക്കാത്തതെന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ണ് പറഞ്ഞു, നാവ് പറഞ്ഞു, ചുണ്ട് പറഞ്ഞു. നാവിൻ്റെ ഇടയിലുള്ള ഒരു സാധനമുണ്ട്, നാവിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിൽ. ഏതാ അത്? പറയുന്ന ഏതാ? നാവിനും ചുണ്ടിനിടയിൽ പല്ല്. പല്ല് പറഞ്ഞില്ല. കാരണം എന്താ? കുഴിമന്തി കഴിക്കലല്ല ലക്ഷ്യം, മറിച്ച് ദിക്ർ ചെല്ലലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പല്ല് ഇൻഷുറൻസ് ഉണ്ടാവും, പക്ഷെ പടച്ചവനും അത് വേണ്ട. പല്ല് അല്ലാഹു പറഞ്ഞില്ല. പല്ല് നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? നാവ് നൽകിയില്ലേ? വശഫത്തീന്, 2 ചുണ്ടും നൽകിയില്ലേ? മരിക്കാൻ കിടക്കുന്നവൻ ആ ചുണ്ടെങ്കിലും ചലിപ്പിച്ചിട്ട് അല്ലാഹുവിന് ദിക്റെന്ന് ചൊല്ലിക്കൂടായിരുന്നോ? നാവ് ചലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൂടായിരുന്നോ? കള്ളുകുടിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടും അസിരി ലോകത്തേക്ക് നോക്കിക്കൊണ്ടും നിന്റെ കണ്ണുകളെ, നിന്റെ നാവുകളെ മലീവസമാക്കാതെ ഈ നാവ് കൊണ്ട് നീ എത്ര പ്രാവശ്യം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയവനാണ്? അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അല്ലാഹു ചോദിക്കുക. അർത്ഥവത്തായ ചോദ്യമാണത്. നാവ് വലിയ വിഷയമാണ്. നാവ് കൊണ്ട് സ്വർഗത്തിലെത്താം, ഇതേ നാവ് കൊണ്ട് തന്നെ നരകത്തിലും പോകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. സ്വർഗത്തിൽ കടക്കാനുള്ള വഴി തേടിയ സ്വഹാബിയോട് റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ നാവ് അല്ലാഹുവിന്റെ ദിക്റിലായി, അവന്റെ സ്മരണയിലായി നനച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണേ, ദിക്ർ ചൊല്ലണേ, ഔറാദുകളിലേക്ക് മുഖരിതമാകണേ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണേ. ഇത്രയും കാലം കളിച്ച് രസിച്ച് നടന്നു. 30, 40, 50, 60, 70 വയസ്സൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കും. ഇനി എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുക. ഇനി നമുക്ക് ആയുസ്സിലൊരു സമയം വേണം, ഒരു ടൈം ടേബിൾ. ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കുക, അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബിൾ ശ്രദ്ധിക്കുക, ദുഹാ നമസ്കരിക്കുക, അവ്വാബി നമസ്കരിക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക, വിത്ർ നമസ്കരിക്കുക. ഇനി അങ്ങോട്ട് ഇബാദത്തായിട്ട് നിൽക്കുക. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ വേഗം തസ്ബീഹ് എടുത്തിട്ട് 10 ദിക്ർ ചൊല്ലിയേക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒരു 100 ചൊല്ലിക്കും. എത്ര ഖൈറാണ്. كان النبي صلى الله عليه وسلم يستغفر له في كل يوم 100 مرة. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തിരുന്നതാണ് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിക്കൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരു സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ സുബഹിക്ക് ശേഷം 1 മണിക്കൂർ, അല്ലെങ്കിൽ മഗ്രിബ് ഇശായിനിടയിൽ. മലപ്പുറം ജില്ലയിൽ ഒരു ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ട്. 43 വർഷമായിട്ട് അയാൾ ദുനിയാവിൽ അദ്ദേഹം 43 കൊല്ലമായിട്ട് ഇശാ മഗ്രിബിനിടയിൽ സംസാരിച്ചിട്ടില്ല. 43 വർഷമായിട്ട് ദുന്യവിയായ ഒരു സംസാരമില്ല. ഉള്ളി ദിക്ർ ഔറാദ് ഖുർആൻ ഓത്ത്.
മഗ്രിബ് വിളിച്ചാൽ ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിക്കാൻ കയറും. ഇശായിൻ്റെ ജമാഅത്തും കഴിഞ്ഞ് അതിൻ്റെ വിത്ർ ഔറാദൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അതുവരെ ഒരു പണിയും ഒരച്ചപ്പാടിൽ ഒരു പരിപാടി വേറെ ഒന്നുമില്ല. ഖുർആനൊത്ത് ദിക്ർ ഔറ. ഇതിനിടയിൽ മക്കളുടെ മരണം നടന്നിട്ടുണ്ട്, പല കല്യാണങ്ങളും സൽക്കാരങ്ങളും എല്ലാം നടക്കട്ടെ. അള്ളാഹുമായിട്ട് നാളെ മഹ്ശറയിൽ പറയാൻ, അള്ളാഹു ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നിന്നെ ഓർത്ത് നിന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ മാറ്റിവെച്ചതാണെന്ന് പറയാൻ 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒറ്റ മണിക്കൂർ ഉണ്ടാവണം. ഞാൻ ചോദിക്കട്ടെ, 1 മിനിറ്റ് ഇക്കാലം അത്രയും ജീവിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും ആ മിനിറ്റ് ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് പറയാൻ 1 മിനിറ്റ് നമ്മുടെ ആയുസ്സിലുണ്ടായിട്ടുണ്ടോ ഇക്കാലം അത്രയും ദിവസത്തിൽ? ഇല്ല. നമ്മളെപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുമ്പോൾ ദിക്റല്ല, അത്രേ ഉള്ളൂ. ഒരു നമസ്കാരം പോലും കറക്റ്റല്ല, ഒരു ദിക്ർ പോലും കറക്റ്റല്ല. എല്ലാ ദിവസവും മഗ്രിബ് കറക്റ്റായി നിസ്കരിച്ചിരുന്നവരാ. ഒരു കല്യാണം വന്നപ്പോൾ അയാൾ അങ്ങോട്ട് ഓടി. കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ, അള്ളാഹു ഇപ്പം അത് പറയാനാണ് സമയമില്ല. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ആർക്കെവിടെയും നോക്കാം, രസിക്കാം, കടക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എത്ര കറക്റ്റാണ് തഴവ ഉസ്താദിന്റെ വരികൾ. അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. 29 വർഷം 30 കൊല്ലം പൂർത്തിയായി അവിടുന്ന് വഫാത്തായിട്ട് തഴവ ഉസ്താദ്. അതിനും 15 കൊല്ലം മുമ്പ് എഴുതി, ഏകദേശം 45 കൊല്ലം മുമ്പ് എഴുതി വെച്ചത് നമ്മുടെ നാട്ടിലേക്ക് നോക്കിയിട്ട് ഇന്നത്തെ കാലത്തേക്ക് നോക്കി എഴുതിയതുപോലെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പണമുള്ളതാകുന്ന ആളുകൾ പത്രാസ് കാണിക്കുന്ന സ്വന്തം മകളുടെ കല്യാണം വരുമ്പോഴാണ്. ഞാൻ വലിയ കാശുകാരനെന്ന് എങ്ങനെയെങ്കിലും അറിയിക്കണമല്ലോ. അതിനൊരു വഴിയാണ് വലിയ വണ്ടി എടുത്ത് നടക്കുക, വലിയ വീട് വെക്കുക. രണ്ടാമത്തതുള്ള വഴിയാണ് മകളുടെ കല്യാണം വരുമ്പോൾ 10,000 പേർക്ക് പന്തലൊരുക്കിയിട്ട് ഭക്ഷണം ഒരുക്കിയിട്ട് വിളിക്കുക. അവസാനം 5,000 പേർക്ക് തികഞ്ഞുള്ളൂ, ബാക്കി പേർക്ക് തികഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര കല്യാണം ഭക്ഷണം തികഞ്ഞിട്ടില്ല. വലിയ പത്രാസ് കാണിച്ചിട്ട് നാട്ടുകാർ എല്ലാം ബൊഫേ പരിപാടിയാണ്. വന്ന് നിന്നിട്ട് അങ്ങോട്ട് മെന്നെ ആർമാദിച്ച് പോവുക. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ്, അത് ഇത് എല്ലാം. 80 കഴിഞ്ഞ വല്യപ്പായ വള്ളി നിക്കറടിയിച്ചിട്ട് പെരയുടെ മുകളിൽ നിർത്തിയിരിക്കുക, യോയോ കാണിച്ചുകൊണ്ട് ഇരിക്കുക. ഇപ്പം ചാകും. അടുത്ത ദിവസം കീഴ്പ്പയ്യൊരു മഹല്ലിൽ കൊണ്ട് അടക്കേണ്ടതാണ്. എന്നാലും പുള്ളിക്ക് ഒരു വള്ളി നിക്കർ ഇട്ട് കൊടുത്ത് 3/4 ഇട്ട് കൊടുത്ത് പുള്ളിയെ നിർത്തിയിരിക്കുക. പ്രായമുള്ള ആളുകൾ പോലും എതിർക്കുന്നില്ല. മഹല്ലിൽ നടക്കുന്നതാകുന്ന തെമ്മാടിത്തരങ്ങളെ എതിർക്കാൻ മഹല്ലിലേതാകുന്ന ആളുകൾ തയ്യാറാകുന്നില്ല. മഹല്ല് ശക്തമായ തീരുമാനം വിഷയത്തിലെടുക്കണം. തീരുമാനം എടുത്താൽ മാത്രം പോലെ നടപ്പിലാക്കണം. അത്തരത്തിലുള്ള കല്യാണങ്ങൾ നടപ്പാൻ പറ്റൂല എന്ന് ശക്തമായൊരു തീരുമാനം ഏർപ്പെടുത്തുകയും ആരെങ്കിലും ആഭാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി അവരെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുകയും വേണം. അതൊക്കെ അനിവാര്യമാണ്, നിർബന്ധമാണ്. ദീനിന്റെ വിഷയത്തിലുള്ള ശത്രുതൊന്നും പ്രശ്നമല്ല. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളെ സാലിഹീകൾ ചെറുക്കുമാറാവട്ടെ. പറഞ്ഞിട്ടും കേൾക്കാത്ത ആളുകളാണ് പിന്നെ എന്ത് ചെയ്യും? എത്ര ആളുകളാണ് പണം കൊണ്ട് ആഭാസം കാണിക്കുന്നത്, തോന്നിവാസം കാണിക്കുന്നത്. ഇതിപ്പോൾ സ്വർണത്തിന് വില കൂടി ഇപ്പോഴും ചിലർ സങ്കടം പറയുന്നത് മകളെ ഇനി എങ്ങനെ കെട്ടിക്കുമെന്നാണ്. ഇനി ഈ മഹർ കൊടുക്കാനും ഈ സ്വർണ്ണമൊക്കെ ഇത്ര വലിയ മൂല്യമാക്കിയതാരാ? സഹോദരങ്ങളെ, വെള്ളിയാണ് യഥാർത്ഥത്തിൽ മഹറിന് വേണ്ടത്. വെള്ളി കൊടുക്കലാണ് സുന്നത്തുമുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. നമ്മളാണ് ഈ വിവാഹ മൂല്യമൊക്കെ കൂട്ടിയത്. 5 പവൻ കൊടുത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ 3 ആക്കി. കാരണം എന്താ? പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സാധനத்தைയും കൂടെ കുറച്ച് നമ്മൾ തന്നെ പ്രയാസമാക്കുന്ന ജീവിതം നമ്മൾ തന്നെ കൊണ്ടുവന്നു.
ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്നു, എല്ലാം നമുക്ക് വേണം. അങ്ങനെയാണല്ലോ, മട്ടൻ വേണം, കുട്ടൻ വേണം, ചിക്കൻ വേണം, അത് വേണം, ഇങ്ങനെ ഇല്ല. എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് തന്നെ ഒരു മാനസിക വെറുപ്പാണ്. നമ്മൾ പറയും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് നമ്മളിങ്ങനെ പറയാം. കാരണം നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കടയിലുള്ള കോഫി, ചായ, ഇടിയപ്പം, പൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, ഇറച്ചി, മുട്ടറോസ്, കിഴങ്ങര്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖയും പോളി, ഒപ്പടപൊളി, ജിലേബി, അൽപൂരി എല്ലാം കയറണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ മനസ്സിൽ തന്നെ വെപ്രാളാണ്. പടച്ചവൻ ഇതൊന്നും ഇല്ലല്ലോ എന്ന്. ആണോ അല്ലയോ? അങ്ങനെ ആയിപ്പോയി. പണ്ടങ്ങനെ അല്ലല്ലോ. സർക്കാരം നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നത് കൊക്കിലൊതുങ്ങുന്നതായിരുന്നു. നമ്മളിപ്പോൾ ഇന്നത് വിശാലവൽക്കരിച്ചു, വിശാലമാക്കി. അപ്പം എല്ലാത്തിനും നമുക്കെന്തായി കുടുസായി തുടങ്ങി. ഇനിയൊരു സാമ്പത്തിക ഞെരുക്കം നമുക്ക് വരും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് ഒരു വലിയ ഞെരുക്കം ഈ ഉമ്മത്തിനുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അൽ ഖനാഅതു, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതമാണ് വേണ്ടത്. ആ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഒരു വിശാലത ഉണ്ടല്ലോ. ഇപ്പോൾ ദുനിയാവ് നമുക്കിങ്ങനെ വാരിപ്പുണർന്ന് അല്ലാഹു തരികയാണ്. ഇതൊരു പിടുത്തം വരും. ഈ പിടുത്തപ്പെട്ട് അവസാനം ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായി ഞെരുക്കത്തിൽ അമർന്നു നിൽക്കുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കടന്നുവരവ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. യഹ്സിൽ മാല ഹസിയൻ ലാ യഉദ്ദുഹു അദ്ദാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നു കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമികമാകുന്ന ഭരണത്തിലേക്ക് വരികയാണ്. ആ സമയത്താണ് പ്രിയമുള്ളവരെ അദ്ദേഹം സമ്പത്ത് യഹ്സിൽ മാല ഹസിയൻ, പൈസ ഇങ്ങനെ വാരി വിതറും. കണക്കൊന്നും നോക്കൂല. ഒരാൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടം പോലെ കൊടുക്കാൻ. ലാ യഉദ്ദുഹു അദ്ദൻ, എണ്ണുന്ന പരിപാടിയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യുഗത്തിലേക്ക് ഇനി പോകാൻ പോവാണ്. അതിനു മുമ്പ് ഒരു പിടുത്തം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവണമല്ലോ. എന്തായാലും വരും. പല രീതിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെ പോലെയല്ല. പൈസ ഒന്നും ഇത്ര ലക്ഷം രൂപ കയ്യിൽ വെക്കാൻ പറ്റൂല. അഥവാ കൈ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം. ഇത്ര ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റൂല. അങ്ങനെ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം, IT ഫയൽ ചെയ്യണം. ഇത്ര ലക്ഷം രൂപയുടെ ഫണ്ട് 10 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എടുക്കാൻ പറ്റില്ല, ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കണക്ക് കാണിക്കണം. ഇങ്ങനെ തുടങ്ങി എല്ലാ ക്രോസും വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. ഇപ്പൊ പൈസയുടെ വന്നു, ഇനി അത് സ്വർണത്തിൽ വരും, പിടുത്തം വരും. സ്വർണ്ണം ഇത്ര സൂക്ഷിക്കാൻ പറ്റൂല, ഇത്ര സൂക്ഷിച്ചിട്ടുള്ളവർ അത് ഇത്ര കണക്ക് കാണിക്കണം. അടുത്ത നിയമം വരും. ഇതൊന്നും വരാൻ വേണ്ട. വൈകുന്നേരം 8:30 ആകുമ്പോൾ പ്രതീക്ഷ വേണം, ഏതെങ്കിലും ഒരു ദിവസം കയറി വരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നേരെ ഇരുണ്ട് വെളുക്കൊന്നും വേണ്ട. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഓരോന്ന് വരിക നിയമങ്ങൾ. ഇത് വരുമെന്നാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ പല പ്രശ്നങ്ങളും കുടുസുകളും ഉമ്മത്തിന് വരും. ഇത് തീർന്നു എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നീണ്ടു വരും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സമ്പത്തിട്ട് ദൂർത്തടിക്കണ്ട. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് ആവശ്യമില്ലാതെ പാഴാക്കുന്ന പരിപാടി അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇന്ന് ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ്. ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുക, ആവശ്യമില്ലാത്ത ചെലവുകൾ, ദുർവ്യയം വല്ലാതെ കൂടുതലാണ് ചെലവുകൾ. അത് മഹല്ലിലെ ഓരോ അംഗങ്ങളും അത് ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. വീട്ടിൽ ചെലവുകളൊന്ന് എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോഴാണ് ചെലവിൻ്റെ തുകകൾ മാസത്തിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു ബുക്ക് വാങ്ങിച്ചിട്ടൊന്ന് എഴുതണം. ഓരോ ദിവസവും ചെലവഴിക്കുന്ന പൈസ മക്കളാരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ബാപ്പ മൊബൈലിനകത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. വൈകിട്ടാകുമ്പോൾ മക്കളോടൊന്ന് പറയുക, മോളെ ഇന്ന സാധനങ്ങൾ ഇന്ന സംഭവം ഒന്ന് എഴുതി വായിക്കും. ഒരു മാസത്തെ ബില്ല് എത്രയാണെന്ന് അപ്പോഴറിയുക. ഇത് നല്ല സുഖമുണ്ടല്ലോ. രാവിലെ മുതൽ ചിലവഴിക്കുന്ന ഇങ്ങനെ പോകുന്നു. എത്രയാണ്? 3000 അവിടെ കൊടുത്തു, 5000 അവിടെ കൊടുത്തു, 1000 അവിടെ കൊടുത്തു, 500 അവിടെ കൊടുത്തു. എത്രയാണെന്ന് ഒരു കണക്കുമില്ല. ഇതൊന്ന് എഴുതി വെച്ച് ഒരു മാസത്തെ ചെലവ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ സാധാരണ പറയും ഇത്ര രൂപ അത്ര രൂപ ഒന്നും അല്ല, അതിന് മുകളിൽ പോകുന്നുണ്ട്. പല ചെലവുകളും പാഴായിട്ടുള്ള ചെലവുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.